കല്ലേര് അപ്പോഴും നമ്മള് വേറെ വിഷയത്തൊക്കെ നിങ്ങൾ പോകുന്നു, മരിച്ചവരെ കേൾപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ കള്ള അർത്ഥം, ആയത്തിന്റെ കള്ള അർത്ഥമൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവിടെ ഞാൻ വേറെ വിഷയത്തിലേക്ക് പോയിട്ടില്ല. എൻ്റെ വിഷയം അത് തന്നെയാണ്. മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല ജീവിച്ചിരിക്കുന്നവർക്ക്. ഇന്നക്കലാ തുസ്മിയുൽ മൗത്ത, മുഹമ്മദ് നബിയെ നിനക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല. ഇത് അള്ളാഹു പറഞ്ഞ. ഇത് വിശ്വസിക്കുന്ന മുസ്ലിമാണ്. മുഹമ്മദ് നബിക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമാണ്. മുഹമ്മദ് നബീൻ്റെ മയ്യത്തിനെ കേൾപ്പിക്കാൻ ഒരുത്തനും കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമാണ്. കേൾപ്പിക്കാൻ കഴിയും, മുഹമ്മദ് നബിക്ക് മറ്റുള്ള മയ്യത്തുകളെ കേൾപ്പിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന കാഫറാണ്. സീക്കേൻ്റെ വാദം ഇതല്ലേ. ബാക്കി നിൽക്കട്ടെ, ഇന്ന് ആദ്യം അത് സമർത്ഥിക്കൂ. കേൾപ്പിക്കാൻ കഴിയാത്തവരോട് സഹായം ചോദിച്ചാലാണ് ശിർക്ക് എന്ന് നിങ്ങൾ ആദ്യം തെളിവ് ഹാജരാക്കിക്കോളൂ. കേൾപ്പിക്കാൻ കഴിയാത്തവരോട് സഹായം ചോദിച്ചാൽ ശിർക്കാണെന്ന് ഞങ്ങൾ വാദിച്ചിട്ടില്ല. ഞങ്ങൾ പറയാത്ത പറയല്ല, കളവ് പറയല്ല. ബാക്കി എന്നിട്ടല്ലേ പിന്നെ മരിച്ചവർ കേൾക്കുന്ന ചർച്ച തന്നെ വരുന്നുള്ളൂ. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. കേൾപ്പിക്കാൻ കഴിയാത്തവരോട് കേൾക്കാൻ കഴിയാത്തവരോട് അല്ലെ കേൾപ്പിക്കാൻ കഴിയാത്തവരോട് ചോദിച്ചാൽ ചെറുക്കാകും എന്ന് മുജാഹിദുകൾ മുസ്ലിങ്ങൾ പറഞ്ഞിട്ടില്ല. അത് മുസ്ലിയാക്കന്മാർ മുസ്ലിങ്ങളുടെ പേരിൽ കള്ളവാദം നടത്തുന്നതാണ്. ബാക്കി നിങ്ങളിപ്പോ മരിച്ചവരോട് സഹായം ചോദിക്കാൻ ശിർക്കെന്ന് പറ്റാനുള്ള ഒരു കാരണം നിങ്ങൾ പറയുന്നത് എന്താണ്? ഖുർആൻ അല്ലാഹ് പറഞ്ഞു മരിച്ചവരെ കേൾപ്പിക്കാൻ പറ്റില്ല എന്ന്. കള്ള അർത്ഥമാണ്. എന്നാലും പോട്ടെ, അത് കള്ള അർത്ഥമല്ല വലിയ. അതാ ഇന്നക്കലാ തുസ്മിയുൽ മൗത്ത, മുഹമ്മദ് നബിയെ നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് നബിക്ക് ലോകത്ത് ഒരു മയ്യത്തിനെയും കേൾപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് നബിയുടെ മയ്യത്തിനെ ലോകത്ത് ഒരുത്തനും കേൾപ്പിക്കാൻ കഴിയില്ല. അതെല്ലാം ഭൂമിയിൽ വ്യക്തമായ തെളിവല്ലേ, സൂര്യനേക്കാൾ വ്യക്തമായ തെളിവാ. മുഹമ്മദ് നബീനെ കേൾപ്പിക്കാൻ, മയ്യത്തിനെ കേൾപ്പിക്കാൻ ലോകത്ത് ഒരുത്തനും കഴിയില്ല എന്നത് അള്ളാഹു ഇവിടെ കാണിച്ചു തന്നിട്ടാ മുഹമ്മദ് നബീനെ മയ്യത്ത് കവറടക്കിയിട്ടുള്ളൂ. പക്ഷെ മുസ്ലിയാക്കന്മാർ വിശ്വസിക്കില്ല, അതിൽ കാഫിര്യങ്ങളായി തുടർന്നു കൊണ്ടിരിക്കും. ബാക്കി വേറെ വിഷയത്തൊക്കെ നിങ്ങൾ പോകുന്നു, മരിച്ചവരെ കേൾപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ കള്ള അർത്ഥം, ആയത്തിന് സഹായം ചോദിക്കാൻ പാടില്ല എന്നാണ് അല്ലെങ്കിൽ ശിർക്ക് എന്നുള്ളതിന് തെളിവ് ഹാജരാക്കുന്നത്. മരിച്ചവരെ കേൾക്കില്ല എന്ന് അള്ള പറഞ്ഞു കൊടുക്കുന്ന കള്ള അർത്ഥാണ്. അത് ശിർക്കാണ്. മരിച്ചവർ കേൾക്കാത്തത് കൊണ്ട് അവരോട് ചോദിക്കുന്നുണ്ട് ശിർക്കാന്ന്. കേൾക്കാത്തവരോട് ചോദിക്കുന്നത് കൊണ്ട് ശിർക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾ പറഞ്ഞത് തന്നെ പറ. ഇനി അങ്ങനെ സങ്കല്പിക്കുക, അങ്ങനെ തന്നെ മരിച്ചവർ കേൾക്കില്ല, അള്ള കേൾപ്പിക്കില്ല, അല്ലെങ്കിൽ അള്ള കേൾപ്പിക്കില്ല എന്നല്ല, മുഹമ്മദ് നബി കേൾപ്പിക്കില്ല എന്ന് തന്നെ അർത്ഥം കൊടുക്കുക. പക്ഷെ അതുകൊണ്ട് എന്ന് തന്നെ അർത്ഥം. മുഹമ്മദ് നബിക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല. ബാക്കി ശിർക്ക് വരുന്നത് എങ്ങനെയെന്ന് അത് ശിർക്കല്ലാലോ, കാഫറല്ലേ. ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ലാലും മുഹമ്മദ് നബിക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നല്ല പറഞ്ഞു. അത് കേൾപ്പിക്കാൻ കഴിയുമെന്ന് മുസ്ലിയാക്കന്മാർ പറയുന്നു. അതുകൊണ്ട് മുസ്ലിയാക്കന്മാർ കാഫിര്യങ്ങളാണ്. അവിടെ മുസ്ലിയാക്കന്മാർ മുശ്രിക്കുകളാകുന്ന പിന്നെയാണ്. ഇപ്പം മുസ്ലിയാക്കന്മാർ കാഫറായിട്ടേ ഉള്ളൂ. ശിർക്ക് വരുന്നത് എങ്ങനെ? കേൾപ്പിക്കില്ല എന്ന് അള്ള കേൾപ്പിക്കില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ അവരോട് സഹായം ചോദിച്ചാൽ ശിർക്കാവോ? അള്ള കേൾപ്പിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അവരോട് സഹായം ചോദിച്ചാൽ കാഫറാവും. ശിർക്കാവില്ല, അതിന്റെ അടുത്തതാ. അള്ള പറഞ്ഞതിന് എതിരായിട്ട് ചെയ്തു പറയാമല്ലോ, ശിർക്കാവില്ലല്ലോ. അള്ള പറഞ്ഞതിന് എതിരായിട്ട് ചെയ്താൽ ശിർക്കാവില്ല, അത് ഹറാമാവുകയുള്ളൂ. അപ്പൊ എങ്ങനെ വന്നാലും ശിർക്ക് എങ്ങനെ വന്നു എന്നുള്ളതിന് നിങ്ങൾ ഒരു പ്രമാണം കൊണ്ടുവരും. ശിർക്ക് എങ്ങനെയാന്ന്? യക്ഫ്റൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ശിർക്ക് ഏതാ? നിങ്ങൾ ചെയ്ത ശിർക്ക്, നിങ്ങൾ ചെയ്ത ശിർക്ക് ഏതാ? അവരോട് വിളിച്ച് സഹായം തേടി, അതാ നിങ്ങൾ ചെയ്ത ശിർക്ക്. മരിച്ചുപോയ അമ്പിയാവുലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു, അവരോട് സഹായം തേടി, അതാ നിങ്ങൾ ചെയ്ത ശിർക്ക്. അതാ ഖുർആൻ പറഞ്ഞേ. ഖുർആൻ അതാ പറഞ്ഞേ, യക്ഫ്റൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും. നിങ്ങൾ ചെയ്ത മൊയ്ലിയാക്കന്മാർ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും. ആര് നിഷേധിക്കും? നിങ്ങളാരെയോ വിളിച്ച് മുഹമ്മദ് നബി, മൊയ്തീശങ്ങളും അൻപത്തെ ബീബി, കുപ്പസ്വാമി പോലുള്ളവർ നാളെ പരലോകത്തെന്ന് പറയൂ, ഞാൾ കേട്ടിക്കില്ല, ഞാളറിയില്ല. ആ ശിർക്കിനെ അവർ നിഷേധിക്കും. പക്ഷെ നിങ്ങൾ മുശ്രിക്കുകളാണ്, അവർ അത് നിഷേധിക്കും. പിന്നെ ദയവ് ചെയ്ത് വിഷയങ്ങൾ മാറ്റി പിടിക്കല്. ആരാധന നിങ്ങൾ പറയുന്നത് തന്നെ ഞാൻ പറയുന്നത്, അതിന് കൃത്യമായ മറുപടി. ഞാൻ വിഷയം മാറ്റുന്നില്ല, നിങ്ങളല്ലേ ഓരോ വിഷയം മാറ്റി പോന്നെ. അതിനെന്ന് പോയി, ഇലാഹാക്കലിന് പോയി, ശിർക്കിന്ന് പോയി, ഇപ്പൊ പിന്നെ മരിച്ചവർ കേൾക്കില്ല എന്നിലേക്കാണ് ചാടിയത്. ഞാൻ ചാടിയിട്ടില്ല, നിങ്ങളല്ലേ വിഷയമായിട്ട് വന്നേ മരിച്ചവർ കേൾക്കില്ല എന്നുള്ള. എൻ്റെ വാദം എന്താണ്? മരിച്ചവർ കേൾക്കില്ല എന്ന് അള്ളാഹ് പറഞ്ഞ കേൾക്കുന്നൊരു മുസ്ലിം വിശ്വസിച്ചവൻ കാഫറാണ്.
മുഹമ്മദ് നബീൻ്റെ കബറും പുറത്ത് പോയിട്ട് മുഹമ്മദ് നബിയോട് എന്തോ പറഞ്ഞാൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമെന്നൊരു മുസ്ലിം വിചാരിച്ച അവൻ കാഫറാണ്. ഇതാണ് ഖുർആനിലുള്ളത്. അതാ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് മുഹമ്മദ് നബിയോട് പറഞ്ഞ് കാഫറാകല്ല എന്നാ മുസ്ലിയാക്കന്മാർ നിങ്ങളോട് പറയുന്നത്. വെറുതെ ഇവിടുന്ന് മുസ്ലിം ആവുക, മദീനയിൽ പോയിട്ട് കാഫർ മുശ്രിക്കുമായിട്ട് തിരിച്ചു പോരുക. ഇതല്ലേ മൗലവിമാരെ നിങ്ങളുടെ അവസ്ഥ?